This is Dr. Rini George, mother of George, who is studying with us in LKG. Okay. First of all, Doctor, happy Doctor's Day. And ഞാൻ ചോദിക്കുന്നത് ലൈക്ക് നമ്മൾ ഈ ന്യൂറോളജിയെല്ലാം കുറെ കാണുന്നുണ്ട് കുട്ടികളിനകത്ത്. സോ വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ദ പേരൻസ്? ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ റിനി ജോർജ്, പാലിയേറ്റീവ് ന്യൂറോളജിസ്റ്റാണ്. അപ്പോൾ ഞാൻ കോമൺ ആയിട്ട് ഒ പിയിൽ കാണുന്ന ഒന്ന് രണ്ട് അസുഖത്തിനെ കുറിച്ചിട്ട് പറയാം. അത് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ അതിനെക്കുറിച്ചിട്ട് ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്നുള്ളതാണ്. കോമൺ ആയിട്ട് കുട്ടികളുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, നമ്മൾ ഒരു സ്ഥലത്ത് എത്തി അവർ ഇരിക്കില്ല, ഓടി നടക്കുന്നു, അങ്ങനത്തെ. നോർമലി കുറച്ച് കുട്ടികൾ ആക്റ്റീവ് ആയിരിക്കും, പക്ഷെ അതിന് നമ്മളൊരു അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ADHD ഭയങ്കര കോമൺ ആണ് കുട്ടികളിൽ. അപ്പോൾ കുട്ടി ഓടി കയറില്ല, ചാടി കയറില്ല എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ അവർക്ക് ഫോക്കസ് ചെയ്യാനുള്ള കഴിവ് കുറവും, ഒന്ന് ഒരു സ്ഥലത്ത് ഇരിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആക്ച്വലി നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിൻ്റെ സ്റ്റഡീസിനൊക്കെ എഫക്റ്റ് ചെയ്യാണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ബെഡിൽ കിടന്നിങ്ങനെ ചാടുക, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ശ്രദ്ധിക്കാതെ, അവർ മനഃപൂർവ്വം കേൾക്കാണ്ടിരിക്കുന്നതല്ല, അവർക്ക് അങ്ങോട്ട് ശ്രദ്ധ തിരിക്കാനുള്ള കഴിവ് കുറവ് കാരണം ഉണ്ടാകും. അങ്ങനത്തെ ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് തലവേദന. അപ്പോൾ ഒന്ന് കണ്ണിൻ്റെ കാഴ്ചക്കുറവ് കൊണ്ട് വരാം, അല്ലെങ്കിൽ നമ്മൾ മൈഗ്രൈൻ ചെന്നിക്കുത്ത് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ വളരെ കോമൺ ആണ്. അപ്പോൾ അതും പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കൊച്ചിൻ്റെ പഠിത്തത്തിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെയുള്ള മൂന്നാമത്തത് പറയുന്നത് അപസ്മാരാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ എപ്പോഴും കൈകാലിട്ട് അടിച്ച് പതാനര വന്നിട്ടുള്ള അപസ്മാരങ്ങളല്ല ഉള്ളത്. നമ്മൾ ഈ ദിവാസ്വപ്നം കണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ, അത് കുട്ടികളിൽ കാണുന്ന ഒരു തരം അപസ്മാരാണ്. അവരൊരു സ്ഥലത്തേക്ക് സ്റ്റെയർ ചെയ്തിരിക്കുന്നുണ്ടാവുള്ളൂ, പക്ഷെ നമ്മളത് എന്തോ സ്വപ്നം കണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയുമെങ്കിലും ചിലപ്പോൾ അത് ഒരു അപസ്മാരമായിരിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് ആബ്സെൻസ് സീഷേഴ്സ് എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ അതും അങ്ങനത്തെ കുട്ടികൾ, ഇപ്പോൾ ടീച്ചേഴ്സിനോടാണ് പറയാനുള്ളത് എനിക്ക്, കുട്ടികളിങ്ങനെ ഒരു സ്ഥലത്തേക്ക് തന്നെ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഉണ്ടാവുള്ളൂ, കുറച്ച് മിനിറ്റുകൾ പോലും ഉണ്ടാവണമെന്നില്ല, ഒരു സ്ഥലത്തേക്ക് തന്നെ കണ്ണനക്കാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ അതും ഒരു അപസ്മാരത്തിൻ്റെ ലക്ഷണമാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെയാണ് കുട്ടികളിൽ മെയിനായിട്ട് നമ്മൾ കാണാറുള്ള OP ബേസിസിൽ കാണാറുള്ള രോഗങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പാരൻസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും അവെയർ ആയിട്ടിരിക്കുക, എത്രയും പെട്ടെന്ന് അഡ്വൈസ് സീക്ക് ചെയ്യാന്നുള്ളത്. Thank you so much, doctor, for giving such a good information so that it is useful for the parents also to look into what is happening with their children. Thank you so much, Answer.